സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശം മാത്രം ഒന്നും മിണ്ടുന്നില്ല ഈ ഗവൺമെന്റ് ജോലിക്കാരെ കാര്യം പറഞ്ഞപ്പോൾ. അങ്ങനെ മീനാക്ഷി എല്ലാവരും പോയതിനു ശേഷം മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആകാശം എന്തൊന്നും മിണ്ടാഞ്ഞപ്പോൾ. ഞാൻ എന്തും മിണ്ടാനാണ്, നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ കാര്യമൊക്കെ പറയുന്നത്, നിങ്ങൾ എല്ലാവരും പഠിപ്പുള്ളവരല്ലേ, ഞാനാണെങ്കിൽ പലചരക്ക് കടക്കാരനല്ലേ, അതുകൊണ്ട് എനിക്ക് എന്ത് പറയാനാണെന്നൊക്കെ ചോദിച്ച് ആകാശം ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നിർത്തിക്കോ, ഞാനിപ്പോൾ 2-3 തവണയായി പറയുന്നത്, ഇനിയൊരു തവണ നീ ഇങ്ങനെ പറഞ്ഞിട്ട് നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത്. കൃഷ്ണമംഗലത്ത് അച്യുതവർമ്മയും ആനന്ദവർമ്മയൊക്കെ എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടി അമ്മാമ്മ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുത്തശ്ശി എന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി അമ്മ, എന്താ ഗൗരവമുള്ള, അതുകൊണ്ടാണല്ലോ എല്ലാവരെയും വിളിച്ചു വരുത്തണമെങ്കിൽ, നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയണ്ട, നിങ്ങളുടെ കൂടപ്പുറപ്പിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏത് കൂടപ്പുറപ്പ്, കണ്ട സ്വന്തം കൂടപ്പുറപ്പിനെ പോലും നിങ്ങൾ മറന്നുപോയി. ഞാൻ പറയുന്നത് ധർമ്മന്റെ കാര്യമാണെന്ന്. ധർമ്മൻ എന്ത് പറ്റി? ധർമ്മനൊരു കല്യാണമൊക്കെ വേണ്ടേ? ധർമ്മന്റെ കല്യാണം നിങ്ങൾ മുൻകൈ എടുത്ത് നടത്തണം. ഞങ്ങൾ എന്തിനാ ധർമ്മന്റെ കല്യാണം നടത്തുന്നത്? ബാലൻ നടത്തിക്കോളും. ധർമ്മനൻ ഞങ്ങൾ ഉപേക്ഷിച്ച് ബാലന്റെ അടുത്തേക്ക് പോയതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ അത് നടത്തണേന്ന് ചോദിക്കുമ്പോൾ മിത്രയാണെങ്കിൽ അതിലെ രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മിത്രയും പറയുന്നുണ്ട്, അതെ ചെറിയച്ഛൻ ആദ്യം ഇവിടെ വരട്ടെ ബാലൻ ഉപേക്ഷിച്ചിട്ട്, ചെറിയച്ഛൻ എന്തിനാ ബാലന്റെ കടയിൽ പോയി അടിമപ്പണി ചെയ്യുന്നത്? അത് ഗോമതിയോടുള്ള അത്രയും സ്നേഹം കൊണ്ടുണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമില്ല. അവൻ ബാലനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നാൽ അവന്റെ കല്യാണം ഞങ്ങൾ നടത്തി കൊടുക്കും, ഇല്ലാത്ത പക്ഷം അവന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേ വേണ്ടെന്ന് പറഞ്ഞവരെല്ലാവരും പരസ്പരം പോകുമ്പോൾ ആ അമ്മ നെഞ്ചത്ത് കൈവച്ച് കരയുന്നുണ്ട്, ഭഗവാനെ നിങ്ങളെങ്കിലും കേൾക്കണേ എൻ്റെ വിഷമം എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനും ഗോമതിയും കൂടെ സംസാരിക്കുന്നത്, എന്ത് പറ്റി ബാലേട്ട, എന്തിനിങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനെ കുറിച്ചൊക്കെ പറയുന്നത്, നമ്മളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ ലോകത്തായ പിന്നെ ഇത് ഈ ലോകത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൃഷിക്കാരുള്ളത് കൊണ്ടല്ലേ നമ്മൾ പച്ചക്കറി കഴിക്കുന്നത്, നെയ്ത്തുകാരുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, ഗാന്ധിജി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ നിന്റെ മരുമോളെ പോലെ നീ നല്ലോണം സംസാരിക്കാൻ പഠിച്ചല്ലോ ഗോമതി എന്നൊക്കെ പറഞ്ഞിന് ബാലൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ആര്യമിറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് ഫോണിൽ, മിത്രയും സംസാരിക്കുന്നു. രണ്ടുപേരും ഒരേപോലത്തെ വാക്കുകളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മിത്രയ്ക്ക് പെട്ടെന്ന് ആര്യന്റെ സംസാരം കൊണ്ട് അപ്പുറത്ത് സംസാരിക്കാൻ പറ്റണ്ടായിപ്പെടാ, നീ അങ്ങോട്ട് നീങ്ങി സംസാരിക്കടാ പറഞ്ഞപ്പോൾ, നീ നിന്റെ കാര്യം വെച്ചടി, ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ സംസാരിക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളി ആവുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി ഓടി വന്ന് രണ്ടുപേരെയും കൂടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ കുട്ടി പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല ചേച്ചി, പിന്നെ നിങ്ങൾ എന്തിങ്ങനെ തല്ലുകൂട്ടുന്ന കുട്ടികളെ പോലെ നടപ്പോൾ, ഒന്നുമില്ല ചേച്ചി പൊക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യനോട് മീനാക്ഷി ചോദിക്കുന്നത്, എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ, ഇവള് ഞാൻ ഫോൺ വിളിക്കുന്നിടത്ത് വന്നിട്ട് ഇവള് എന്നായിട്ട് വഴക്കുണ്ടാക്കണേ ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ മിത്ര ദേഷ്യം, നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിനക്ക് എൻ്റെ കൈ കൊണ്ട് നീ ചാവുകൊള്ളടാന്നൊക്കെ പറഞ്ഞ് പോത്ത് പോലെ വളർന്നിട്ട് അച്ഛൻ്റെ ഇന്ന് തല്ലു മേടിക്കുന്ന കാളാന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച് മിത്ര അകത്തേക്ക് പോകും. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ആ നിന്റെ മുറപ്പെണ്ണല്ല അത്, മുറപ്പെണ്ണ് ചേട്ടത്തി മിണ്ടരുത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആര്യനും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകും. പിന്നെ മീനാക്ഷി അകത്തേക്ക് കയറി വരുന്നുണ്ട്, ചൂളടിച്ചിട്ടേക്കിന് വരുന്നുണ്ട്. ഡി ചൂളടിക്കലടി എന്ന് പറഞ്ഞ് ആകാശ് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ചൂളടിച്ചാൽ അച്ഛൻ കേൾക്കും, അച്ഛൻ്റെ തല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി ഞാനൊരു വഴക്ക് തീർത്തിട്ട് വരുന്നു, കൃഷ്ണമംഗലത്താരായിട്ടുള്ള വഴക്ക് എന്നൊക്കെ പറയുമ്പോൾ, കൃഷ്ണമംഗലത്താരായിട്ടുള്ള വഴക്കിലൊന്നും നീ ചെന്ന് ചാടല്ലേ, ദൈവത്തെ ഓർത്തെന്ന് പറഞ്ഞ് അതൊക്കെ അച്ഛൻ തീർത്തോളും, ഈ വഴക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ആകാശം, നമുക്ക് തീർക്കണ്ടേ, നീ നോക്കിക്കോ, ഞാൻ ഇടപെട്ട് ഇത് തീർക്കുന്നവർക്ക് കാണാം, ഈ വഴക്ക് എന്ന് തീരണമെന്ന് അച്ഛൻ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതിന് അച്ഛൻ, നിന്റെ അച്ഛനെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുന്നു പറഞ്ഞപ്പോൾ മീനാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ്, എനിക്ക് അച്ഛനെ പേടിയാണ്, നീ നിന്റെ കൂട്ടുകാരന്മാരൊന്നും നിനക്കൊന്നും പറഞ്ഞു തരുന്നില്ലേ, കല്യാണം കഴിഞ്ഞ ഭാര്യമാരൊക്കെ എങ്ങനെ സ്നേഹിക്കണ്ടേന്നൊക്കെ പറഞ്ഞു, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല മീനാക്ഷി എന്ന് പറഞ്ഞപ്പോൾ, ബെസ്റ്റ്, ഇതിനും ഭേദം കല്യാണം കഴിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ നീ ഹണിമൂണിൽ കൊണ്ടുപോകണം, അമ്പലത്തിൽ കൊണ്ടുപോകണം, മറ്റുള്ള അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീനാക്ഷി ശാഠ്യം പിടിക്കുമ്പോൾ, ശരി ഞാൻ അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് പോകാന്ന് പറയും. അങ്ങനെ മീനാക്ഷി സമാധാനം, ഇതെങ്കിലും നീ ഒന്ന് തീരുമാനിച്ചല്ലോ എന്നും പറഞ്ഞ് ആകാശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആകാശം സന്തോഷം കൊണ്ട് ഇങ്ങനെ മീനാക്ഷിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാലന്റെ വാക്ക് ഓർമ്മ വരുന്നുണ്ട്, നിന്റെ ചേട്ടൻ്റെ ഒരു കുടുംബജീവിതം ആവാതെ നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവരുന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചാടി വിട്ടിട്ട്, അതെ എനിക്ക് നല്ല ജലദോഷവും പനിയുണ്ടെന്നും പറഞ്ഞ് ആകാശം മൂടി പൊതിച്ച് കിടക്കും. മീനാക്ഷിനെങ്കിലും കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മിത്ര കോലിടുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി വന്നിട്ട് ഷൂന്ന് വിളിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കും, എന്തെടുക്കണം അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെയും വിളിക്കും. ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ കുട്ടി എന്നോട് ദേഷ്യപ്പെടണേ, ഞാനിപ്പോൾ പുതിയതായി വന്നതല്ലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ താല്പര്യം കാണില്ലേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചേച്ചി ഞങ്ങളോട് സംസാരിക്കാനെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ഇത്ര നല്ല സ്നേഹത്തോടെ പറഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് മീനാക്ഷിയുടെ പിന്നിൽ ബാലൻ വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ഇത്ര വേഗം അകത്തേക്ക് വിടും. അയ്യോ പോകല്ലേ പോകല്ലേ ഷൂ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. മിത്രണെങ്കിൽ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ബാലേട്ടനെ കാണുന്നില്ല. ആ സമയത്ത് ബാലൻ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട് ഗോമതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗോമതി ഓടി വരുന്നുണ്ട്. എന്താ ബാലേട്ടാ, ദേ അപ്പുറത്തെ കൃഷ്ണമംഗലത്തുകാരായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നു, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി നീ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് മീനാക്ഷിനെ അകത്തേക്ക് വിളിച്ചിട്ട് പോകുമ്പോൾ മീനാക്ഷി നമ്മുടെ ഗോമതി ഇങ്ങോട്ട് സംസാരിക്കണേക്കാൾ മുന്നേ മീനാക്ഷി പറയും, അമ്മ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചതുള്ളൂ, എന്ത് നല്ല കുട്ടീനെ അത് എന്ന് പറഞ്ഞപ്പം നല്ല കുട്ടി, നിനക്കറിയോ ഈ വീട്ടിലെ ഏറ്റവും അവളും ആ വീട്ടിലെ ഏറ്റവും വലിയ കാന്താരി, എൻ്റെ ആര്യനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. ബാലനാണെങ്കിൽ ഇതെല്ലാം അപ്പുറത്തു നിന്ന് മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. മരുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ബാലൻ്റെ കണ്ണിങ്ങനെ തള്ളണ്. കാരണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന അമ്മ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു പക്ഷേ അമ്മനോട് മിണ്ടാനും ഇവിടെ വന്ന് സംസാരിക്കാനും. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് അവരിയ്ക്കുന്നുണ്ടെങ്കിലോ അമ്മ ഞാൻ നിങ്ങളുടെ വഴക്ക് ഞാൻ മുൻകൈ എടുത്ത് മാറ്റട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട, ഈ വഴക്ക് എന്ന് ബാലേട്ടൻ അവസാനിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ അത് ബാലേട്ടനായിട്ട് അവസാനിപ്പിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, നിനക്ക് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് അവരോട് ആരുമില്ല എന്നുണ്ടെങ്കിൽ നീ ഞങ്ങളോട് സംസാരിച്ചോ, അല്ലാതെ എൻ്റെ ബാലേട്ടനെ അനാഥനെ വിളിച്ചാൽ അവർ എൻ്റെ ആരും അല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും അവർ കൂടപ്പുറപ്പുകൾ തന്നെയല്ലേ. പിന്നെ ഒരു വീട്ടിലെ ഏറ്റവും വേണ്ടത് അയൽവക്കമാണ് അമ്മ, അയൽവക്ക സ്നേഹം. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഓടി വരാൻ അയൽവക്കക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ മീനാക്ഷി പറയുന്നത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുന്നില്ല ബാലൻ അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. ഗോമതി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർ ഉപദ്രവിച്ച കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മീനാക്ഷിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ ശരി അമ്മ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ട്, ഞാൻ പറയുന്ന ഒരു കാര്യമെങ്കിലും അമ്മ കേൾക്കണം, ഇവരായിട്ടുള്ള വഴക്ക് ഞാൻ തീർത്തോട്ടെ, ഞാൻ മുൻകൈ എടുത്ത് തീർക്കട്ടെ, അറ്റ്ലീസ്റ്റ് ആ മിത്രനും ആ പെൺകുട്ടിയോടെങ്കിലും ഞാനൊന്ന് മിണ്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗോമതി പറയുന്നു വേണ്ട, മിണ്ടണ്ട, അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും വിഷവിത്ത് എന്ന് പറഞ്ഞത് അവളാണ്, അതുകൊണ്ട് നീ ഈ കാര്യം ഇനി മിണ്ടരുത് മീനാക്ഷി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളായിട്ട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മീനാക്ഷി വിഷമത്തോടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ബാലനാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുന്ന ബാലനെയും കാണിക്കുന്നത്. അങ്ങനെ ബാലനെയും മീനാക്ഷിനെയും ഒപ്പം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.